കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ നിന്ന് കെ സുധാകരനെ മാറ്റാൻ ധാരണ 3 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടായേക്കും. കെ സുധാകരനെ ദില്ലിക്ക് വിളിപ്പിച്ചു ഹൈക്കമാൻഡ്. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകാനുള്ളത്. റഷീദ്, ഇതിനു മുൻപ് പുനഃസംഘടന ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോലും മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാട് ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ട്. ഒപ്പം സതീശൻ പല പരാതികൾ ഉന്നയിച്ചിട്ടും സുധാകരനെ മാറ്റേണ്ട, വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കമാൻഡ് ആ ധാരണയിൽ അന്നെത്തിയത്. ഈ തീരുമാനങ്ങൾക്ക് ഇപ്പോൾ അടിസ്ഥാനം എന്താണ്? എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു കോൺഗ്രസിൽ? ഇപ്പോൾ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും പദവിയിൽ നിന്നും കെ സുധാകരനെ മാറ്റണം എന്നുള്ള ഒരു ധാരണയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിട്ടുള്ളത്. പ്രധാനമായും 3 ദിവസത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. കെ സുധാകരനെ ദില്ലിക്ക് വിളിപ്പിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട യോഗം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ കെ സുധാകരനെ പ്രവർത്തക സമിതിയിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു പ്രീണനത്തെയാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള ആളുകൾ കെ സുധാകരനുമായി ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പകരമുള്ള പേരുകളിൽ ഉള്ള ഒരു പരിഗണനയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രധാനമായും മുന്നോട്ട് പോകുന്നത്. എന്തായാലും കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന പദവിയിൽ നിന്നുള്ള ആളുകളടക്കം നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇതിൽ ഒരു അനുനയത്തിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് ആയിരുന്നില്ല. പ്രത്യേകിച്ചും കെ സുധാകരനെതിരെ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോലും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിനോ ഇതുമായി ബന്ധപ്പെട്ട കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഇയാളെ മാറ്റണം എന്ന ഒരു ധാരണയിലേക്ക് എത്താൻ കോൺഗ്രസിന്റെ സമിതിക്ക് ആയിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് കെ സുധാകരനെ അനുനയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമീപനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നീങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീരുമാനം എങ്ങനെ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നോക്കൂ, നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, ആസന്നമായ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ, അതിനു മുൻപ് കെ സുധാകരനെ മാറ്റിയാൽ അതിന്റെ അലയൊലികൾ ആ തെരഞ്ഞെടുപ്പിലുടനീളം ഉണ്ടാകും. അനുഭാവികൾ പോലും സുധാകരന് അനുകൂലമായി നിലപാടെടുത്താൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും UDF എന്നുള്ള നിരീക്ഷണങ്ങളൊക്കെ മുൻപ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ തൽക്കാലം തുടരട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഇങ്ങനെ ഒരു തീരുമാനം അത് എത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാകുക? കോൺഗ്രസിൽ എങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്? അസിത, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ്. നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനവുമായി അല്ലെങ്കിൽ ഒരു നീക്കവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും ഇത്തരത്തിലുള്ള തീരുമാനം, അതായത് നേരത്തെ ഇയാളെ മാറ്റണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് വിവിധ നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ പോലും കെ സുധാകരനെ സമിതിയിൽ അല്ലെങ്കിൽ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ഒരു തീരുമാനത്തിലേക്കായിരുന്നു നേരത്തെ വിവിധ നേതാക്കൾ എടുത്തിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനമായിരുന്നു വിവിധ നേതാക്കൾ എടുത്തിരുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു മാറ്റം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. അതേസമയം ഈ നേരത്തെ ഈ കെ.പി.സി അധ്യക്ഷ സ്ഥാനത്തും സുധാകരനെ മാറ്റുന്നതിൽ കോൺഗ്രസിന് ഇയാളെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അനുനയത്തിലേക്ക് ശ്രമം നടത്തിയിരുന്നെങ്കിൽ പോലും അത് പരാജയപ്പെടുകയായിരുന്നു. പ്രത്യേകിച്ചും മുന്നണിയിൽ തന്നെ 2 വിഭാഗങ്ങളിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു പ്രീണന നയം അല്ലെങ്കിൽ മറ്റൊരു പദവി നൽകിക്കൊണ്ട് ഇയാളെ അല്ലെങ്കിൽ കെ.പി.സി സുധാകരനെ മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വർക്കിംഗ് കമ്മിറ്റി പദവി നൽകിക്കൊണ്ടായിരിക്കും ഒരു പക്ഷേ കെ സുധാകരനെ ഈ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക. അതേസമയം ആരായിരിക്കും പുതിയ കെ.പി.സി.സി അധ്യക്ഷൻ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും ഇനിയും ചർച്ച വരേണ്ടതുണ്ട്. നേരത്തെ ഈ അടൂർ പ്രകാശിന്റെയും അതോടൊപ്പം ബെന്നി ബെഹനാന്റെയും ഒക്കെ തന്നെ ഈ പേരുകൾ ഉയർന്നു വന്നിരുന്നു. അതേസമയം ഈ ഘട്ടത്തിൽ ഈ പ്രീണന നയം അല്ലെങ്കിൽ ഈ ഒരു ചർച്ച മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു നേതൃത്വത്തിന്റെ ഒരു തീരുമാനം ഹൈക്കമാൻഡിന്റെ. ശരി റഷീദ്, മുതിർന്ന നേതാക്കൾ കെ സുധാകരനെ മാറ്റണ്ട എന്ന നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കുമ്പോഴാണ് പരാതി പ്രവാഹവുമായി വി.ഡി. സതീശൻ ചെന്നപ്പോഴും അതിന് അനുമതി കൊടുക്കാതിരുന്നത്, വഴങ്ങാതിരുന്നത് ഹൈക്കമാൻഡ്. പക്ഷേ മാറ്റമുണ്ടാകുന്നു, കെ സുധാകരനെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുമ്പോഴാണ് ഈ മാറ്റം എന്നത് ഏറ്റവും പ്രസക്തമായ സംഗതിയാണ്. അതിനെ എങ്ങനെ കോൺഗ്രസ് നേരിടും, പ്രതിരോധിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്.